ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഒക്ടോബർ 12 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ എത്രാം വാർഷികമാണ് 2024 ഓഗസ്റ്റ് 23 ആഘോഷിച്ചത്? ഉത്തരം ഒന്നാം വാർഷികം. 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ചത്. ഇതോടെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം കൂടിയായി ഇന്ത്യ. ഈ നേട്ടത്തിന്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ ഫെഡറേഷന്റെ ലോക ബഹിരാകാശ പുരസ്കാരം അടുത്തിടെ ലഭിച്ചിരുന്നു. ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ ശിവശക്തി പോയിന്റ് എന്ന പേരിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ അംഗീകാരവും ലഭിച്ചു. 2024 ഓഗസ്റ്റിൽ പോളണ്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്രകാരമാണ് യുക്രൈനിലേക്ക് പോയത്? ഉത്തരം തീവണ്ടി മാർഗം. 10 മണിക്കൂർ യാത്ര ചെയ്താണ് യുക്രൈൻ തലസ്ഥാനമായ കിവിയിൽ എത്തിയത്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ലോക നേതാക്കൾ എല്ലാവരും തീവണ്ടി മാർഗമാണ് യുക്രൈനിൽ എത്തുന്നത്. 1991 മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ട ശേഷം യുക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം? ഉത്തരം മദാപ്പർ. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പാറിൽ 17 പൊതു സ്വകാര്യ ബാങ്കുകളിലായി 7000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണുള്ളത്. ഗ്രാമത്തിലെ 20,000-ഓളം ഭവനങ്ങളിൽ നിന്നുള്ള 1200-ഓളം കുടുംബങ്ങൾ വിദേശത്താണ്. അടുത്തിടെ അന്തരിച്ച യുപിയിലെ മുൻ കോൺഗ്രസ് MLA ഭോലാനാഥ് പാണ്ഡെ വാർത്താപ്രാധാന്യം നേടാൻ കാരണമെന്താണ്? ഉത്തരം ഇന്ദിരാഗാന്ധിയെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കളിത്തോക്ക് ഉപയോഗിച്ച് വിമാനം റാഞ്ചിയ വ്യക്തികളിൽ ഒരാളെന്ന നിലയിൽ. 1978 ഡിസംബർ 20 ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭോലാനാഥും ദേവേന്ദ്ര പാണ്ഡെയും ചേർന്ന് കൊൽക്കത്തയിൽ നിന്ന് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചുകയായിരുന്നു. ഒടുവിൽ വാരാണസിയിൽ വിമാനം ഇറക്കിയതോടെ ഇരുവരും കീഴടങ്ങി. 1980 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ ഇരുവർക്കുമെതിരെയുള്ള ശിക്ഷാ നടപടികൾ പിൻവലിച്ചു. ഇരുവരും കോൺഗ്രസ് ടിക്കറ്റിൽ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം നേടിയത്? ഉത്തരം കലാമണ്ഡലം രാമചാക്യാർ. കൂടിയാട്ടം ആചാര്യനാണ്. 5555 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം പതിച്ച 10 ഗ്രാം സ്വർണ്ണ പതകവുമാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായ ഇന്ത്യക്കാരൻ? ഉത്തരം ജയ്ഷാ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയായ ജയ്ഷാ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗ്രേഗ് ബാർക്കലെയുടെ പിൻഗാമിയായി 2024 ഡിസംബർ 1 ചുമതലയേൽക്കും. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ICC ചെയർമാനായ ജയ്ഷാ ഈ പദവിയിലെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ്. ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരാണ് മുൻഗാമികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ്. സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടിന്റെ പേര്? ഉത്തരം സേവ. സമുദ്ര മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കപ്പൽ ഗോവയിൽ പുറത്തിറക്കി. പേര്? ഉത്തരം സമുദ്രപ്രതാപ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനു വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് കപ്പൽ നിർമ്മിച്ചത്. എണ്ണയും മറ്റു മലിനീകരണ വസ്തുക്കളും സമുദ്രത്തിൽ വ്യാപിക്കുന്നത് തടയാനും മലിനീകരണം സംഭവിച്ചാൽ അത് നീക്കം ചെയ്യാനുമുള്ള സംവിധാനം കപ്പലിനുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള
ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ ടെക്സസിലെ ഹൂസ്റ്റണിൽ അനാച്ഛാദനം ചെയ്തു. പേര്? ഉത്തരം സ്റ്റാച്യു ഓഫ് യൂണിയൻ. ഷുഗർലൻഡിലെ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഈ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. 90 അടി ഉയരമുള്ള പ്രതിമ യുഎസിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമ കൂടിയാണ്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഒന്നാമത്. ഫ്ലോറിഡയിലെ പെഗാസസ് ആൻഡ് ഡ്രാഗൺ ആണ് രണ്ടാമത്. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര്? ഉത്തരം തമിഴക വെട്രി കഴകം. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ? ഉത്തരം കേവൻ പരേഖ്. ഒക്ടോബർ 3-ന് യുഎഇയിൽ ആരംഭിച്ച 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ? ഉത്തരം സജ്ന സജീവൻ, ആശാ ശോഭന. ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി വനിതകൾ ഇടം നേടുന്നത് ആദ്യമായാണ്. 15-അംഗ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറാണ്. സ്മൃതി മന്ദാനിയാണ് വൈസ് ക്യാപ്റ്റൻ. ആഭ്യന്തര പ്രശ്നത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടക്കേണ്ടിരുന്ന ലോകകപ്പ് മത്സരങ്ങൾ യുഎഇയിലേക്ക് മാറ്റുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിക്ക് അടുത്തിടെയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ? ഉത്തരം ബി ശ്രീനിവാസ്. സിഐഎസ്എഫ്, ബിഎസ്എഫ് എന്നിവയുടെ ഡയറക്ടർ ജനറൽമാരായി യഥാക്രമം രജ്വീന്ദർ സിംഗ് ഭട്ടിയും ദൽജിത് സിംഗ് ചൗധരിയും നിയമിക്കപ്പെട്ടു. അടുത്തിടെ അന്തരിച്ച എ.ജി. നൂറാനി ഏത് നിലയിലായിരുന്നു അറിയപ്പെട്ടത്? ഉത്തരം ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനും. അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി എന്നാണ് യഥാർത്ഥ പേര്. മുംബൈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായിരുന്നു. ദേശീയ പത്രങ്ങളിലെ സ്ഥിരം കോളമിസ്റ്റായിരുന്നു. 1965-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സാംബാർ ജെറ്റ് വിമാനം വെടിവെച്ചതിന് വീരചക്ര ബഹുമതി നേടിയ എയർ മാർഷൽ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേര്? ഉത്തരം ഡെൻസിൽ കീലോർ. ലോക വിനോദസഞ്ചാര ദിനം എന്നായിരുന്നു? ഉത്തരം സെപ്റ്റംബർ 27. ജോർജിയയിലെ ടിബിലിസിയിലാണ് 2024-ലെ വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത്. ടൂറിസം ആൻഡ് പീസ് എന്നതാണ് ദിനാചരണ വിഷയം. ഇന്ത്യയുടെ ആദ്യത്തെ പുനരുപയോഗം ചെയ്യാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് അടുത്തിടെ ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. ഇതിന്റെ പേര്? ഉത്തരം റൂമി 1. കോസ്മിക് റേഡിയേഷൻ തീവ്രത ഉൾപ്പെടെയുള്ള അന്തരീക്ഷ അവസ്ഥകളെ നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 3 ക്യൂബിക് ഉപഗ്രഹങ്ങളുമായാണ് വിക്ഷേപിച്ചത്. ഉപഗ്രഹ വിക്ഷേപണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങാൻ ശേഷിയുള്ളതാണ് റൂമി എന്ന ചെറു റോക്കറ്റ്. ഭാരം 80 കിലോഗ്രാം. സ്പേസ് സോൺ ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റ് 7 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.